റിപ്പോർട്ട് ബ്രേക്കിംഗ്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ അഭ്യൂഹങ്ങളിൽ ആശങ്കയൊഴിഞ്ഞ് CPIM ജോസ് കെ മാണിയുമായി CPM-ന്റെ പ്രധാന നേതാക്കൾ സംസാരിച്ചു. ഇടതുമുന്നണി ജാഥയിൽ മുഴുവൻ സമയവും ഉണ്ടാകുമെന്ന് ജോസ് കെ മാണി നേതാക്കൾക്ക് ഉറപ്പ് നൽകി. അതേസമയം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ സസ്പെൻസ് ഉണ്ടാകുമെന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം. അദ്ദേഹം വരുന്ന കാര്യം അദ്ദേഹം കൂടെ തീരുമാനിക്കേണ്ട വിഷയമാണ്. ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിനെ പരസ്യമായിട്ട് ക്ഷണിക്കാത്ത അദ്ദേഹം ഒരു മുന്നണിയിലെ ഘടകകക്ഷിയാണ്. അപ്പം അങ്ങനെ ഒരു മുന്നണിയിലെ ഘടകകക്ഷി അങ്ങനെ പരസ്യമായി ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിയുടെ ഒരു ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് അവർ വന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അവർ തീരുമാനം എടുക്കുമ്പോൾ അറിയാലോ, അവിടെ ഷെയറിംഗ് കമ്മിറ്റി കഴിയട്ടെ. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടായിരിക്കും. ഏതായാലും നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണുക. അതിനിടെ UDF-നോടൊപ്പം നിൽക്കാൻ കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് സഭയുടെ പ്രേരണയുണ്ടെന്ന് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് പ്രതികരിച്ചു. കേരള കോൺഗ്രസ് ഒന്നിച്ചു പോകണം, ഇതൊക്കെ സഭ എല്ലാ കാലത്തും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. സഭയ്ക്ക് ആ കാര്യങ്ങളിലൊക്കെ ഒരു നിലപാടുണ്ട്. കാരണം ഒരു ശക്തമായ കേരള കോൺഗ്രസ്സായി നിൽക്കണമെന്നതാണ്. പക്ഷേ അത് ഉൾക്കൊള്ളാതെ പല സന്ദർഭങ്ങളിലും ഭിന്നതയുണ്ടാക്കി പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അതിന് മാറ്റം വരുത്തണമെന്ന് സഭ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, ദളിത് ക്രൈസ്തവ സംവരണം, ഇത്തരം വിഷയങ്ങളിലൊക്കെ LDF സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും UDF സഭയുടെ നിലപാടുകളെ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സഹകരിച്ച് നിൽക്കാനുള്ള ഒരു പ്രേരണ എല്ലാവർക്കും സഭയിൽ നിന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അഭ്യൂഹങ്ങൾക്കിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നാളെ ചേരും. റാഹീസ് റഷീദ്, റോഷിപാൽ, അഖിൽ കെ എന്നിവർ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് റാഹീസ്, ഗുഡ് മോർണിംഗ് അഖിൽ, ഗുഡ് മോർണിംഗ് റോഷി വൺസ് അഗെയിൻ. അപ്പോൾ റാഹീസിലേക്ക് എത്തിയാൽ, റാഹീസ്, CPM കേന്ദ്രത്തിൽ ഒരു വലിയ ഒരു ആശങ്ക ഒഴിഞ്ഞ ഒരു ആശ്വാസമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ CPM നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചെറിയൊരു പിരിമുറുക്കമൊക്കെ 24 മണിക്കൂർ ഉണ്ടായിരുന്നു. പക്ഷേ അത് VN വാസവൻ ഇടപെട്ട് അക്കാര്യത്തിൽ ഒരു തീർപ്പ് വന്നിരിക്കുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ജോസ് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ കേരള യാത്രയിൽ മധ്യമേഖലാ ജാഥ നയിക്കേണ്ടത് ജോസ് കെ മാണിയായിരുന്നു. പക്ഷേ ജോസ് കെ മാണി നേരത്തെ തന്നെ ജയരാജനോട് പറഞ്ഞു, എനിക്ക് ചില സ്വകാര്യ ആവശ്യങ്ങളിലും 4-5 ദിവസം ജാഥയൊന്നും നയിച്ചേക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ നയിക്കാതിരുന്നാൽ ഇനി വീണ്ടും ആ ചർച്ച പൊന്തി വരും എന്നുള്ളത് കൊണ്ട് CPM നേതാക്കളോട് ജോസ് പറഞ്ഞു, ഇനി ഞാൻ ഈ യാത്രയും കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ആശങ്ക പൂർണ്ണമായിട്ടും CPM-ന് ഒഴിയുകയാണ്. എന്നാൽ അതേസമയത്ത് ചെറിയ പ്രതീക്ഷ ഇപ്പോഴും ബാക്കി വയ്ക്കുന്നുണ്ട് അല്ലേ UDF? എന്താണ് റാഹീസ് റഷീദ്, CPM ക്യാമ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ജോസ് കെ മാണിക്ക് വേണ്ടിയിട്ട് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചിരിക്കുന്നതാണ് UDF-ന് നല്ലതെന്നുള്ളതാണോ CPM-ന്റെ നിലപാട്? ഗുഡ് മോർണിംഗ് അരുൺ. CPM-ന് മിനിഞ്ഞാന്നുണ്ടായിരുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വലിയ പിരിമുറുക്കം ജോസ് കെ മാണിയുടെ കാര്യത്തിൽ CPM-ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുകയും അതിനു മുൻപും പിമ്പും ചില CPM, VN വാസവൻ മാത്രമല്ല മറ്റു ചില CPM നേതാക്കളും ജോസ് കെ മാണിയുമായി സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ CPM ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു തരത്തിലുള്ള മുന്നണി മാറ്റത്തിനും ജോസ് കെ മാണി പോവില്ല. അക്കാര്യം CPM നേതൃത്വം ഉറപ്പിക്കുന്നുണ്ട്. ഇത് ആ തരത്തിലുള്ള ഒരു സംസാരം ജോസ് കെ മാണിയുമായി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞ ഒരു അവസ്ഥയിലാണ് CPIM-ന്റെ ക്യാമ്പ് ഉള്ളത്. മറ്റൊരു കാര്യം, LDF-ന്റെ മധ്യമേഖലാ ജാഥ ഫെബ്രുവരി 6-ന് തുടങ്ങുമ്പോൾ അത് നയിക്കാൻ ഞാൻ ഉണ്ടാകും എന്ന ഒരു ഉറപ്പും CPIM നേതാക്കൾക്ക് ജോസ് കെ മാണി നൽകിയിട്ടുണ്ട്. അതോടുകൂടി CPIM ഒരു സംശയത്തിനും മിനിഞ്ഞാന്നൊക്കെ ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്ന് ജോസ് കെ മാണി നേതാക്കളോട് പറഞ്ഞെങ്കിലും അതൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല. ചർച്ചകൾ നടന്നു എന്ന് തന്നെ അവർ കരുതുന്നുമുണ്ട്. പക്ഷേ ഇനി മുന്നണി മാറാനില്ല. ഇനി എന്നല്ല, ജോസ് കെ മാണി പറയുമ്പോൾ മുന്നണി മാറ്റ ചർച്ച പോലും ഉണ്ടായിട്ടില്ല, വെറുതെ മാധ്യമങ്ങൾ പറയുന്നതാണെന്നാണ് CPM നേതാക്കളോട് പറഞ്ഞത്. അതിനെ അവർ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. ആ മുന്നണി മാറ്റ ചർച്ചകൾ നടന്നു എന്ന് CPM കരുതുന്നുണ്ട്. പക്ഷേ ഒരു മുന്നണി മാറ്റത്തിലേക്ക് ഇനി കേരള കോൺഗ്രസ് എമ്മോ ജോസ് കെ മാണിയോ പോകില്ല എന്ന് CPM നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് മധ്യമേഖലാ ജാഥയുടെ പോസ്റ്റർ, ഫ്ലക്സ് അടക്കമുള്ള തയ്യാറാക്കുന്നതിനുള്ള ഒരു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് തയ്യാറാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ജോസ് കെ മാണിയുടെ ഫ്ലക്സ് തയ്യാറാക്കുമ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടാകും. അത് പിന്നീട് തിരിച്ചടിയാകും. അതൊക്കെ കഴിഞ്ഞു, ആ ഒരു അവസ്ഥ കഴിഞ്ഞു. അതുകൊണ്ട് പ്രചരണത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു നിർദ്ദേശം കൂടി കീഴ്ഘടകങ്ങൾക്ക് പാർട്ടി നൽകിയിട്ടുമുണ്ട്. ഓക്കെ, നമുക്കൊന്ന് റോഷിയിലേക്ക് കൂടി പോയി വരാം. റോഷി, ഇതിപ്പോ കെ മുരളീധരന്റെ പ്രതികരണം കാണുകയായിരുന്നു.
സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിയട്ടെ, ഒരു സസ്പെൻസ് ഇപ്പോഴും ബാക്കി വെച്ചുകൊണ്ടാണ് പ്രതികരണം വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രതീക്ഷ കൈവിടുന്നില്ല UDF എന്നുള്ളതാണോ? ജോസ് കെ മാണി ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞു. ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും ഓർത്ത് കരയൂ എന്ന് പറഞ്ഞത് UDF-നോടാണ്. പക്ഷേ കെ മുരളീധരൻ ഇപ്പോഴും ഒരു ചെറിയ പ്രതീക്ഷ ബാക്കി നിൽക്കുന്നുവെന്ന് തോന്നുന്നു. റോഷിപാൽ, അരുൺകുമാർ, കെ മുരളീധരനും കോൺഗ്രസിന്റെ നേതാക്കൾക്കും ഇപ്പോഴും കേരള കോൺഗ്രസ് വാണി വിഭാഗം UDF-ലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയാണ്. കോൺഗ്രസ് നേതാക്കൾ ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല. ഇന്നലെ രാത്രിയും പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തുമ്പോൾ അവർ പ്രതീക്ഷയോടെ തന്നെയാണ് പറയുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് LDF-ൽ തുടരുക അത്ര എളുപ്പമല്ല. അത് വലിയ തിരിച്ചടി അവർക്കുണ്ടാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം തന്നെ കേരള കോൺഗ്രസ് എം UDF-ലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അവിടെ പാലാ MLA ആയ മാണി സി കാപ്പൻ്റെ നിലപാട് പ്രധാനമാകും. അവിടെ UDF-ൽ പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്ന ആശങ്ക കൂടി UDF നേതൃത്വമുണ്ട്. കാരണം PJ ജോസഫുമുണ്ട്, മാണി സി കാപ്പനുമുണ്ട്. ഈ രണ്ട് പാർട്ടികളും അവർക്ക് ഈ കാര്യത്തിൽ ജോസ് കെ മാണി UDF-ലേക്ക് കൊണ്ടുവരുന്നതിൽ അസംതൃപ്തിയും എതിർപ്പുമൊക്കെ ഉണ്ട്. കാരണം അവരുടെ സീറ്റുകൾ നഷ്ടപ്പെടും എന്ന ഒരാശങ്കയാണ്. അത് പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. അതൊക്കെ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. ഏതായാലും ജോസ് കെ മാണിയിലും കേരള കോൺഗ്രസ് എമ്മിലുമുള്ള പ്രതീക്ഷ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. ഓക്കെ, റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രതീക്ഷ ബാക്കിയാണ്. പ്രതീക്ഷിക്കാമല്ലോ, ബിരിയാണി കിട്ടട്ടെ എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. ചാഞ്ചാടി ആടി ചെരിഞ്ഞാടി ആടി വരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാം. പക്ഷേ ജോസ് കെ മാണി തൽക്കാലം പറയുന്നു അതിനുള്ള വെള്ളം തൽക്കാലം അങ്ങ് വാങ്ങി വെച്ചേക്കൂ എന്നുള്ളതാണ്. അഖിലുണ്ട് നമുക്കിപ്പം. ആ വിവരങ്ങളൊക്കെ ഇനിയിപ്പോൾ അതിനകത്തൊരു പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കൊടുക്കുമോ ജോസ് കെ മാണിക്ക് എന്നുള്ളതാണ് അറിയേണ്ടത്. സ്റ്റിയറിംഗ് കമ്മിറ്റി നാളെ ചേരാൻ പോകുന്നു. അഖിൽ, ഗുഡ് മോർണിംഗ് അഖിൽ. വൺസ് അഗെയിൻ, സ്റ്റിയറിംഗ് കമ്മിറ്റി നാളെയാണ്, നിർണായകമാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പക്ഷേ ജോസ് കെ മാണി ചെയർമാൻ പറഞ്ഞതിലും അപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ചില പ്രാദേശിക ഘടകങ്ങൾക്കൊക്കെ, ജില്ലാ നേതൃത്വങ്ങൾക്കൊക്കെ UDF-ലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ ചെയർമാൻ്റെ ഈ പ്രസ്താവനയോടുകൂടി അത്തരം ചർച്ചകൾക്ക് അവസാനമായിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനാണെങ്കിലും മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചില ചർച്ചകളൊക്കെ നാളെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ടോ അഖിൽ? ഡോക്ടർ അരുൺകുമാർ, സ്വാഭാവികമായും മുന്നണി മാറ്റ ചർച്ചകൾ അല്ലെങ്കിൽ ഈ നിലവിൽ ഇപ്പോൾ സംഭവിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. കാരണം സാധാരണഗതിയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിക്കുമ്പോൾ അതിൽ കൃത്യമായ അജണ്ടകൾ രേഖപ്പെടുത്താറുണ്ട്. ഇതിപ്പോൾ കൊടുത്തിരിക്കുന്ന ലെറ്ററിൽ തന്നെ കൃത്യമായി അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തോൽവി മറ്റു വിഷയങ്ങളും, ഒപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചെയർമാൻ തീരുമാനിക്കുന്ന, അധ്യക്ഷൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതിലേക്ക് എത്തുമ്പോൾ ഈ മുന്നണി മാറ്റ ചർച്ചകൾ അതിൽ പറയാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ പല ഘടകങ്ങളും, അതായത് പ്രാദേശിക ജില്ലാ നേതൃത്വങ്ങൾക്കൊക്കെ തന്നെ UDF-ലേക്ക് പോകണമെന്ന അഭിപ്രായമുള്ള നിരവധി ജില്ലാ ഘടകങ്ങളുണ്ട്. ഇതിന് മുൻപ് ചേർന്നിട്ടുള്ള പല ഘട്ടങ്ങളിലും അവിടെയും ഇവിടെയുമായി, അത് കൊല്ലവും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ളൊക്കെ പ്രതിനിധികൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും നാളെ ചേരുന്ന ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ സ്വാഭാവികമായും ഈ ജില്ലാ കമ്മിറ്റി ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക ഘടകങ്ങൾ, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇത്തരത്തിലൊരു ആവശ്യം, അതായത് UDF-ലേക്ക് പോകണം എന്നൊരു അഭിപ്രായം അത് സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് അകത്ത് പറയും. അതിനൊരു അവസരം എന്തായാലും ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റു കാര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് പറയും. അതിന്റെ മുകളിൽ തുടർ ചർച്ചകളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. കാരണം ഇത് പറയും എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്, അത് ഉറപ്പിച്ച് പറയാനും കഴിയും. പക്ഷേ ഇതിന്റെ മുകളിലേക്ക്, അതിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകാൻ ചെയർമാൻ സമ്മതിക്കുമോ അല്ലെങ്കിൽ അത് ആ പറഞ്ഞത് അവസാനിപ്പിച്ച് വിടുമോ എന്നുള്ള കാര്യമൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഒരുപക്ഷെ ഈ MLA-മാർക്ക്, അതായത് ചില അങ്ങോട്ട് പോകണമെന്ന് താല്പര്യമുള്ള MLA-മാരൊക്കെ മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരും അത് സാധാരണഗതിയിൽ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കകത്ത് MLA-മാർ സംസാരിക്കുന്ന ഒരു പതിവില്ല. ഈ പതിവൊക്കെ ഇത്തവണ തെറ്റുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ചേരുമ്പോൾ അറിയാൻ കഴിയും എന്തായിരിക്കും, ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യമൊക്കെ. ഒരുപക്ഷെ ഈ പല UDF-ന്റെ നേതൃത്വങ്ങളോ അല്ലെങ്കിൽ പല നമ്മൾ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ പിളർപ്പിലേക്കൊക്കെ പോകുമെന്നൊരു പ്രതീക്ഷയാണ് അവർ വെച്ച് പുലർത്തുന്നത്. അതിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നൊക്കെ എന്തായാലും ഇന്നലെ മോൻസുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മോൻസ് ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. ഈ സഭയിൽ നിന്ന് ജോസ് കെ മാണിക്ക് ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ നേരത്തെ അത് ചോദിച്ചറിഞ്ഞ വിഷയമാണ്. പക്ഷേ പ്രതികരണം വന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാണ്. സഭയിലെ ചില നേതാക്കൾ, ചില പിതാക്കന്മാരൊക്കെ ഇടപെട്ട് ജോസ് കെ മാണിയോട് UDF-ൽ പോകുന്നതല്ലേ നല്ലത് എന്ന ചില കാര്യങ്ങളൊക്കെ ആരാഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. മോൻ ജോസഫ് മറുപക്ഷത്താണെങ്കിലും അത് ശരിവയ്ക്കുന്നുണ്ട് അല്ലേ അഖിൽ?
തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ സഭകൾ കുറെ കാലമായി ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എമ്മുകൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം, ഒരു മുന്നണിയെ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പ്രത്യേകമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷമാണ് കൃത്യമായ ഒരു കാര്യം പറഞ്ഞത്. JB ഘോഷി വിഷയം, അതുപോലെ തന്നെ ഈ ഭിന്നശേഷി അധ്യാപക നിയമനം, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട UDF സഭയ്ക്കൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് അല്ലെങ്കിൽ സഭ ഒരു പ്രേരണ ചെലുത്തുന്നുണ്ട് ഈ കക്ഷികളിൽ, അത് എല്ലാവരോടും പ്രേരണ എത്തുന്നുണ്ട്. UDF-നൊപ്പം നിന്നു പോകണമെന്ന അഭിപ്രായം പറയുന്നുണ്ട്. അതിൽ അവർ നിലപാടെടുക്കുന്നില്ല, അവർ തിരുത്തി വരുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. കൃത്യമായി തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് പറഞ്ഞു പോകുന്നത് തന്നെയാണ്. അപ്പോൾ സഭകളുടെ ഇടപെടൽ മോൻസ് ജോസഫ് തന്നെ സ്ഥിരീകരിക്കുന്നു. നമുക്കറിയാം ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ മോൻസ് ജോസഫ് ആയാലും സഭയൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം റാഹിസ് റഷീദും റോഷിപാലും.